ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അബുദാബി ബനിയാസിലുള്ള യാസ്മാർട്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് പർച്ചേസിന് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഐഷുവിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഓഫർ ഐറ്റംസ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് പരിചയമുള്ളതുകൊണ്ട് ബാദു ഐഷും നേരെ ഓടിയത് ടോയ്സിന്റെ സെക്ഷനിലേക്കാണ്. ബാദുവിന് കണ്ട പാടന്നെ ഒരു കാർ ഇഷ്ടപ്പെട്ടത് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴത്തേക്കും ഐഷു അപ്പുറത്ത് വേറെന്തോ കണ്ടു വിളിച്ചപ്പോൾ അവൻ അങ്ങോട്ട് ഓടി. അങ്ങനെ ദേ അവിടുന്ന് രണ്ടുപേരും കൂടെ എന്തൊക്കെയോ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ വന്നത് ഐഷുവിൻ്റെ ഫ്രണ്ടിനുള്ള ബർത്ത്ഡേ പർച്ചേസിനായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നിർത്തി അങ്ങോട്ട് പോയി. പാർട്ടി ഡെക്കേഴ്സിൻ്റെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. ഇതാണ് യാസ്മാർട്ടിനുള്ളിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് എൻ്റെ ഫേവറേറ്റ് ഏരിയ കേട്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും പോട്ട്സും ഫ്ലവേഴ്സും ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ വലിയൊരു വെറൈറ്റി ഓഫ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതിനായിട്ട് തന്നെ അവരൊരു സെക്ഷൻ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഈ കാർപ്പറ്റ് ആൻഡ് റഗ്സിൻ്റെ സെക്ഷൻ. അബുദാബി ബനിയാസിലെ കാർപ്പറ്റ്സിൽ ഇത്രയും ഏറെ വെറൈറ്റീസ് ഉള്ള വേറെ ഷോപ്പ് ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് കേട്ടോ. നല്ല ക്യൂട്ട് ആൻഡ് കോസി ആയിട്ടുള്ള ഒരുപാട് മിറേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതും പല ഷേപ്സിലും സൈസസിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ സെറാമിക് ഫ്ലവർ പോട്ട്സിന്റെ കളക്ഷൻ ആണ് കേട്ടോ. ഇവിടുത്തെ ഡെക്കോർ ഐറ്റംസിന്റെ ബാക്കി കളക്ഷൻസും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബോഹോ തീമിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രീം ക്യാച്ചേഴ്സ് അതും ബിഗ് സൈസിൽ തന്നെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും.
ഇനി കിച്ചൺ ഐറ്റംസിന്റെ സെക്ഷനിൽ എന്തൊക്കെ ഉണ്ടെന്നും കൂടെ ഒന്ന് പോയി നോക്കിയാലോ. ബാക്കി ഷോപ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റീസണബിൾ റേറ്റിന് തന്നെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. മാത്രമല്ല മിക്ക ടൈമിലും ഇവിടെ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. കിച്ചൺ സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഴ്സിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതും നല്ല റീസണബിൾ റേറ്റിൽ തന്നെയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ലേഡീസിന്റെയും കിഡ്സിന്റെയും ഫുട്വെയർ സെക്ഷൻ ആണ് കേട്ടോ. അതിലും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ലേഡീസിന്റെ ഹാൻഡ് ബാഗ്സിനും നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. രണ്ട് ഫ്ലോറുകളിലായിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട ഏകദേശം എല്ലാ ഐറ്റംസും അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ സൈക്കിൾസും റൈഡോൺസും ഒക്കെ ചെറിയ പ്രൈസിന് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റൂ കേട്ടോ. ഇത് ബോയ്സിന്റെയും ജെന്റ്സിന്റെയും ക്ലോത്തിങ് സെക്ഷൻ ആണ് കേട്ടോ. ലേഡീസിന്റെ ക്ലോത്തിങ് സെക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജെന്റ്സിന്റെ കളക്ഷൻസ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എല്ലാതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈൻസ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ലേഡീസിന്റെയും ഗേൾസിന്റെയും ക്ലോത്തിങ് സെക്ഷനിലേക്ക് പോവാം. ഗേൾസിന്റെ ഡ്രസ്സസിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ഗേൾസിന്റെ ക്ലോത്തിങ് സെക്ഷനോട് ചേർന്ന് തന്നെയാണ് ലേഡീസിന്റെ സെക്ഷനും വരുന്നത്. അവിടെയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ജ്വല്ലറി ഓർഗനൈസേഴ്സ് ആണ് കേട്ടോ. ഇത് കോസ്മെറ്റിക് ഓർഗനൈസേഴ്സും. ഇതിനൊക്കെ വളരെ ചെറിയ പ്രൈസ് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ ഡിഫറെന്റ് പാറ്റേണിലും സൈസസിലും വരുന്ന കംഫർട്ടേഴ്സ് ആണ് കേട്ടോ. ഈ കർട്ടൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ?
ഇത്രയും മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോസറി ഐറ്റംസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഇന്നും ലെങ്തി ആയി പോവും. ഇപ്പൊ തന്നെ കുറച്ച് ലെങ്ത് കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പോൾ ഇന്നത്തെ പ്രഹസനങ്ങളൊക്കെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.